ഹലോ ഗായ്സ്, നമ്മൾ വീണ്ടും മൈൻക്രാഫ്റ്റിൽ വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഒരു ഇത് കളിക്കും. മൂഡ് വെച്ചിട്ടാണ് കളിക്കുന്നത്. ഇതിൽ ഞാൻ സ്നീക്ക് ചെയ്ത എൻ്റെ ടൂൾസിന് എൻചാറ്റ്മെൻറ്റ് വരും. അപ്പം നമുക്ക് പെട്ടെന്ന് കളി തുടങ്ങാം. ഫസ്റ്റ് തന്നെ ആക്സ് ഉണ്ടാക്കി പെട്ടെന്ന് സിൽക്ക് ടച്ച് കിട്ടിയാൽ നമുക്ക് മരം പൊട്ടിക്കുക. പക്ഷേ പിക്കാക്സിൽ സിൽക്ക് ടച്ച് കിട്ടാതിരിക്കണതാണ് നല്ലത്. കിട്ടിയ സ്റ്റോൺ അങ്ങനെ വരും, ഇതാവില്ല, ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ വീണ്ടും സ്മെൽറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കണം. അപ്പം സിൽക്ക് ടച്ച് വരാതിരിക്കുന്നത് പിക്കാക്സിൽ നല്ലതാണ്. സിൽക്ക് ടച്ച് വന്ന പിക്കാക്സ് കളയേണ്ടി വരും. പക്ഷെ കളയില്ല. കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് സിൽക്ക് ടച്ച് വന്നാൽ കളയണോ? വേണ്ടല്ലോ. പെട്ടെന്നിപ്പം ആക്സ് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം. പെട്ടെന്ന് ആക്സ് ഉണ്ടാക്കണം. ഒരു ആക്സ് ഉണ്ടാക്കി എനിക്ക് സ്നീക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എൻചാറ്റ്മെൻറ്റായി എന്തോ ഇങ്ങനെയാണ്, ഇതേപോലെയാണ് സിൽക്ക് ടച്ച്. സ്മിറ്റ പിന്നെ അൺബ്രേക്കിങ് നല്ല സാധനം തന്നെ കിട്ടിയുണ്ടോ? ചുമ്മാ പൊട്ടുണ്ടോ സീന്. അപ്പോൾ ഇത് പെട്ടെന്ന് ഒരു സ്റ്റാക്ക് വുഡ് ഇങ്ങനെ എടുക്കാൻ പറ്റുമല്ലേ? ഇപ്പോൾ ഒരു സ്റ്റാക്ക് വുഡ് പെട്ടെന്ന് എടുക്കുക. എത്ര മരം വെട്ടണോ ഒരു സ്റ്റാക്ക് വുഡിന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഇതുവരെ ഒരു സ്റ്റാക്ക് വുഡായിട്ടില്ല ഈ സർവൈവലിൽ. ആദ്യമായിട്ട് ചിലപ്പോൾ ഞാൻ ഒരു സ്റ്റാക്ക് വുഡ് ഇതിലെടുക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതൊക്കെ ഫസ്റ്റ് എവറാണ് ചെയ്യാനാണ്. ഇതുവരെ സബ്സ്ക്രൈബർ ചെയ്യാന്ന് പറഞ്ഞ് 15 ഉള്ളൂ. അപ്പം ഗായ്സ് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ്. എന്നാണ് ഗായ്സ് കുറേ നമ്മൾ പറയുന്നതാണ് എല്ലാ വീഡിയോയ്ക്കും, പക്ഷേ ലൈക്കും സബ്സ്ക്രൈബൊന്നും കിട്ടില്ല. ലാസ്റ്റത്തെ ഷോർട്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതിൽ ഞാൻ 1K ഈ വ്യൂവേഴ്സായ 1K വ്യൂവേഴ്സായ ഞാൻ ഫേസ് റിവീൽ ചെയ്യുമെന്നാണ് ഇത് വെച്ചിരുന്നത്. പക്ഷേ അതിൽ 1K സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം പെട്ടെന്ന് എല്ലാവരും ഒന്ന് നോക്കുക, ഷെയർ ചെയ്യുക. ചിലവർ ഞാൻ പറയാതെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. അവരുടെ അടുത്ത് താങ്ക് യു. അവർ കാണട്ടെ എന്ന് വിചാരിച്ചായിരിക്കും. അപ്പം ഒരു സ്റ്റാക്ക് ഇപ്പം ആവും. സംസാരിച്ച് പൊട്ടിച്ച ഒരു സ്റ്റാക്ക് ഇപ്പം ആവും. പിന്നെ ഈ ചെറിയ ലാഗൊക്കെ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ മാറും. ഇതിൽ എപ്പോഴും എല്ലാ വീഡിയോയിലും ഒരിത്തിരി ലാഗെങ്കിലും വരും, അതുറപ്പാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് പൊട്ടിച്ചെല്ലാം ചെയ്യാം. നമുക്ക് കുഴി വെച്ച് തന്നെ വീടുണ്ടാക്കാം അല്ലേ? പിക്കാക്സ് ഉണ്ടാക്കാം. ഇപ്പം പിക്കാക്സ് ഇനി അതിൽ സ്നീക്ക് ചെയ്ത് ഷവലുണ്ടാക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്നീക്ക് രണ്ടിലും. അപ്പം നമ്മൾ ചെയ്ത് ഒന്നിൽ സിൽക്ക് ടച്ച്, അടുത്ത് സിൽക്ക് ടച്ച് വരല്ലേ എന്ന് പറയുന്ന സാധനത്തിൽ വരാനെന്ന് പറയുന്ന സാധനത്തിലും വന്ന്. എന്തൊരു ചെയ്യാൻ, സിൽക്ക് ടച്ച് വരല്ലേ എന്ന് പറഞ്ഞപ്പോൾ വന്ന്. സിൽക്ക് ടച്ച് പിക്കാക്സി വന്നാൽ പിന്നെ സ്റ്റോൺ അങ്ങനെ വരും. സ്റ്റോൺ മറ്റേ കോപ്പിൾ സ്റ്റോൺ ആവില്ല. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ രീതി ബേസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അടുത്ത പാർട്ടിൽ ഈ ബേസിനെ ഇത്തിരി കൂടെ വലുതാക്കി ഇത്തിരി വലുതായി ബേസ് ആക്കും. അപ്പം നമ്മൾ ഒരു രാത്രി കഴിഞ്ഞ് പോകണമെന്നാണ് ഇപ്പോഴത്തെ ഇത്. ഒരു രാത്രി തന്നെ എല്ലാ വീഡിയോയിലും ഇടുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ഈ എപ്പിസോഡിൻ്റെ വീഡിയോയിൽ ഒരു രാത്രി തന്നെ ഇടുള്ളൂ. പിന്നെ ആ വീടിൻ്റേത് അത് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ വീടാണ്. എന്നിട്ടാണ് ഹൗ ടു മേക്ക് ഹൗസ് എന്ന് ചോദിച്ചിരുന്നത്. ഇപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കുള്ള ഷോർട്സിൽ ലൈക്ക് ചെയ്യുക.
വന്ന സ്ഥിതിക്ക് എല്ലാത്തിലും ലൈക്ക് ചെയ്താൽ മതി. കോള് ചിലപ്പോൾ കിട്ടും ഇതിൽ. കോള് കിട്ടാത്ത ഒരു സെർവറില്ല എനിക്ക്. ഈ എൻചാറ്റ്മെൻറ്റിൻ്റെ സഹായത്തിൽ കൂടെ ഇത്ര സ്പീഡിൽ സ്റ്റോൺ പൊട്ടിച്ച് കളയാൻ പറ്റും. ഇപ്പം ആരും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേളിൽ ഈ അതിൻ്റെ പേരെന്തെങ്കിലും പ്ലാങ്ക് വച്ചത്. ആരും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ആരും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാങ്ക് വെച്ചത്, അത്രേ ഉള്ളൂ. പിന്നെ മറ്റേ ഒരു വില്ലേജർ പോവും, ഒരു ഉടുപ്പിട്ടിട്ട്, വേറെ ഏതോ ഉടുപ്പിട്ടിട്ട്. ആ വില്ലേജറിൻ്റെ പേര് കമൻ്റ് ചെയ്യുക. അപ്പം ഒന്നും പറയുന്നില്ലേ ഇപ്പം പറഞ്ഞു. കമൻ്റ് ചെയ്യുക. മറ്റേ വില്ലേജർ ഒരു 2 സാധനത്തിനെ പിടിച്ചിട്ട് പോണ വില്ലേജറുണ്ട്, അതിൻ്റെ പേര് കമൻ്റ് ചെയ്യുക. അത് നമുക്കിപ്പോൾ ഇത് പൊട്ടിച്ച് പോകാൻ എന്തോ ഞാൻ പറഞ്ഞില്ല. കോള് ആദ്യമായിട്ട് മൈൻക്രാഫ്റ്റ് കളിക്കാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ എത്ര വീഡിയോ ആയി എൻ്റെ വീഡിയോയിൽ എൻ്റെ ചാനലിൽ, അതും കൂടെ കമൻ്റ് ചെയ്യുക ഗൈസ്. ഇവിടെ ചെറിയൊരു മെയിൻ റൂമാക്കി വയ്ക്കുക. ഫർണസ് വേണം, ചെസ്റ്റ് വേണം, പിന്നെ ഒരു കതവ്. മെയിൻ റൂമിൽ എന്തിന് കതവ്? അവിടെ എൻട്രൻസ്, അവിടെ ഒരു കതവ്. അതോ പറയണമല്ലോ, എനിക്കെല്ലാം മറന്നു പോണു ഗൈസ്. അതോ ഞാൻ സിൽക്ക് ടച്ച് പൊട്ടിച്ചുകൊണ്ട് സ്റ്റോണൊക്കെ ഇങ്ങനെ ഇരുന്നു. ഞാനാണെങ്കിൽ എന്തിനാണിക്കുന്നു ഗൈസ്. ഇനി അത് മെൽറ്റ് ചെയ്യണം. മെൽറ്റ് ചെയ്യണ്ട, ഇതിങ്ങനെ വയ്ക്കുക, ഒരു പിക്കാക്സ് ഉണ്ടാക്കണം. എന്നിട്ട് സാധാ പിക്കാക്സ്, എൻചാറ്റ്മെൻ്റ് ഇല്ലാത്ത പിക്കാക്സ് അതുണ്ടാക്കിയിട്ട് നമ്മൾ ഈ സ്റ്റോൺ ഇവിടെ വച്ചിട്ട് അത് പൊട്ടിക്കണം വീണ്ടും, എന്നാലേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ സിൽക്ക് ടച്ച് ഉണ്ടെങ്കിൽ കഷ്ടമാണ്, എന്തൊരു ചെയ്യാൻ. കുറേ സ്റ്റോൺ വെക്കണം. സ്റ്റോൺ വെക്കുക. സൗണ്ട് കേട്ടില്ല. സ്റ്റോൺ വയ്ക്കുക, പൊട്ടിക്കുക. അപ്പം കോപ്പിൾ സ്റ്റോൺ കിട്ടിയ ഇപ്പോഴാണ് ആ അവാർഡിൻ്റെ ചിഹ്നം പറഞ്ഞത്. സ്റ്റോൺ വയ്ക്കുക, പൊട്ടിക്കുക. സ്റ്റോൺ വയ്ക്കുക, പൊട്ടിക്കുക. സ്റ്റോൺ വയ്ക്കുക, പൊട്ടിക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കുന്നു. ഒരിത്തിരി ആകുമ്പോഴേക്കും നിർത്താം, എന്തൊരു ചെയ്യാനില്ലാതെ. ഇതെന്തിരി സ്റ്റോൺ, ഈ സിൽക്ക് ടച്ച് ചെയ്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാൻ പിക്കാക്സ് ഇപ്പോൾ പൊട്ടോന്നുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. വീണ്ടും വേറെ വല്ല കുന്തത്തിൽ സിൽക്ക് ടച്ച് കുന്തമെന്ന് ഈ പിക്കാക്സിൽ സിൽക്ക് ടച്ച് പറഞ്ഞാൽ എനിക്ക് മൈൻക്രാഫ്റ്റേ സിൽക്ക് ടച്ച് എന്തൊരു ചെയ്യാൻ. ഇത് നമ്മൾക്ക് ഇഷ്ടമുള്ള ഇതല്ല, ഇഷ്ടമുള്ള എൻചാറ്റ്മെൻ്റ് അല്ല. പല എൻചാറ്റ്മെൻറ്റും വരും ഇതിൽ പറ്റുന്ന എൻചാറ്റ്മെൻറ്റ്. അല്ല മൈസിലെ വിൻഡ് വേർസ്റ്റ് എടുത്ത് ഇതിലിടാൻ പറ്റില്ലല്ലോ. പൊട്ടിക്കുക. 2 സൈഡിൽ കോളിക്കുന്നു. ഇനി ഉണ്ടാക്കാം എനിക്ക് ഫർണസ് ഇനി എനിക്ക് ഉണ്ടാക്കാം. ഫർണസ് ഉണ്ടാക്കണം, ചെസ്റ്റും ഉണ്ടാക്കണം. ചെസ്റ്റ് ഉണ്ടാക്കാൻ ഇനിയും മരം പൊട്ടിക്കണം. വേണ്ട, അത് ഇതാക്കണം. എൻ്റെ പേരെന്തൊരു ഓക്ക് പ്ലാങ്ക്. ഇതിപ്പം ഓക്ക് മാത്രമാണ് ഫർണസ്. ഇനി ചെസ്റ്റും കൂടെ. ഇത് എന്തിനാ ഉറുക്കണമല്ലോ. ടോർച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതും വേണം. ഇത് വച്ചിട്ട് നേരെ പോയി കോൾ പൊട്ടിച്ച് ടോർച്ച് ഉണ്ടാക്കിയിട്ട് ഇത് വല്ലതിനും ആവശ്യം വരും. അപ്പം നമ്മൾ ഇത് വച്ചിരിക്കുക ഇങ്ങനെ ഇത്തിരി ഇതാക്കിയിട്ട് മെൽറ്റ് ചെയ്തിട്ട്. ഇനി നമുക്ക് നേരെ പോയി കോൾ പൊട്ടിക്കാം. സിൽക്ക് ടച്ച് ആയതുകൊണ്ട് കോൾ അങ്ങനെ ബ്ലോക്കായിട്ട് വരും. അപ്പോൾ പെട്ടെന്ന് പൊട്ടിച്ച് കയറാം.
ഇത് കണ്ട ഇത് പെട്ടെന്ന് ബ്ലോക്കായിട്ട് വരുള്ളൂ. അതുകൊണ്ട് ഞാൻ സിൽക്ക് ടച്ച് ഇല്ലാത്ത പിക്കാക്സ് എടുത്ത് അങ്ങനെ വെച്ച് പൊട്ടിക്കുമ്പം ആ ബ്ലോക്കായിട്ട് വരും ലൈവ് കോള്. അവിടെയും ഉണ്ട് കോള്. ഒന്നായിട്ട് കോള് കിട്ടൂല, കുറേ കിട്ടും കോള് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ. ഇനി അപ്പുറത്തെ സൈഡും കൂടെ ഉണ്ട്, അവിടെ ഇനി കുറേ കോളുണ്ടായിരിക്കും ചിലപ്പോൾ. പിന്നെ കോള് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഇതും കിട്ടും, ഒരു പേരെന്തര്, കോപ്പർ. കോൾ കഴിഞ്ഞാൽ പെട്ടെന്ന് കോപ്പറും കിട്ടും. പിന്നെ ഇതിന് മുമ്പ് വേറൊരു സെർവർ കളിച്ചിട്ടുണ്ടായിരുന്നു, അതിലങ്ങനെയായിരുന്നു. കോള് കഴിഞ്ഞിട്ട് എനിക്ക് കോപ്പർ കിട്ടി, കോപ്പർ കഴിഞ്ഞ് ആയം കിട്ടി. ആയം കഴിഞ്ഞൊന്നും കിട്ടിയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയം പിക്കാസ് എടുത്തിട്ട് ഞാൻ വീണ്ടും ഈ മൂടിട്ടിട്ടാണ് കളിച്ചത്, എൻചാറ്റ്മെൻറ്റ് അടിച്ചിട്ട്. അങ്ങനെ ആ സെർവർ ഡിലീറ്റാക്കിയിട്ടാണ് ഈ സെർവറിൽ കളിക്കുന്നത്. ചുമ്മാ ഡിലീറ്റാക്കിയത്. ഇപ്പം ചെറിയ വാതിൽ ഇതൊക്കെ വയ്ക്കുമ്പം ഇപ്പം രാത്രിയായി കാണും ചിലപ്പം. കുറേ ചാർക്കോളായി. ഇത് 10 പിന്നെ 11 ഇത് കോള്, 11 കോള്. ഇതുണ്ടാക്കാം ടോർച്ച്. അങ്ങനെ ഇരുട്ട്. ഈ സ്റ്റിക്കും കോളും വെക്കണം, അല്ലെങ്കിൽ ചാർക്കോൾ വെക്കണം. ചാർക്കോൾ വേണ്ട, ചാർക്കോൾ വെക്കണം, സ്റ്റിക്ക് വെക്കണം, കോൾ വെച്ചാൽ മതിയല്ലേ. ഒരു സ്റ്റാക്ക് ടോർച്ച് ഉണ്ടാക്കണോ? വേണ്ട അല്ലേ. സ്റ്റാക്ക് കോളൊന്നും ഉണ്ടാക്കിയിട്ട് കോളല്ല, ഒരു സ്റ്റാക്ക് ടോർച്ച് ഉണ്ടാക്കിയിട്ട് എന്തിന് കിട്ടാൻ പോണു. പിന്നെ ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തും വെക്കണം, അവിടെയും വെക്കുകയാണ്. രാത്രിയായി. അപ്പം ഇവിടെ ഒരു ഇത് വെക്കണം. ഇവിടെ ഒരു ചെറിയൊരു റൂമാക്കണം. ഈ സ്ഥലം ചെറിയ റൂമാക്കണം. അതിപ്പോൾ അല്ല, അത് അടുത്ത പാർട്ടിൽ കാണിക്കും. ഇവിടെ കുറച്ച് റൂമൊക്കെ വയ്ക്കും. ഇപ്പം ഞാൻ അതിൽ എൻചാറ്റ്മെൻറ്റ് ചെയ്ത് ഫോർച്യൂൺ 3 കിട്ടിയത്. ഫോർച്യൂൺ എന്ന് വെച്ചാൽ എന്തിനാണ്, എനിക്ക് ഫോർച്യൂൺ എൻചാറ്റ്മെൻറ്റ് എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ഇപ്പം അതുകൊണ്ട് ഒരു സുഖമാ. രാത്രി അവിടെയും കൂടെ ഒരു ടോർച്ച് വെക്കല്ലേ. അപ്പം അവന്മാർക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റൂല. സിൽക്ക് ടച്ച് എവിടെയെങ്കിലും ഇങ്ങനെ പൊട്ടിച്ച് ഇത് പൊട്ടിക്കുക. ഇവിടെ ഏതെങ്കിലും ഒരു ബ്ലോക്ക് പൊട്ടിച്ചിട്ട് ഇത് പൊട്ടിക്കുക. ഈ 3 ബ്ലോക്ക് പൊട്ടിക്കണം. പിന്നെ അവിടെ നിന്ന് നേരെ പൊട്ടിച്ച് പോവുക. ലാഗ് അടിക്കും. എപ്പോഴെങ്കിലും ഒരു ലാഗ് അടിച്ചിരിക്കുമെന്നും പറഞ്ഞാൽ പൊട്ടി. ഇപ്പോൾ ചുമ്മാണ് പൊട്ടിച്ചാൽ ഇത് സിൽക്ക് ടച്ച് ആയതുകൊണ്ടാണ് പൊട്ടിച്ചത്. രാവിലെ എപ്പോൾ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ ലൈക്ക് സബ്സ്ക്രൈബും. എനിക്ക് 2ാമത്തെ പ്രാവശ്യമാണ് പറയണതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെയും കുഴിച്ച് ഒരു റൂമുണ്ടാക്കാം. ഇവിടെയും കുഴിച്ചിട്ട് റൂമാക്കണ്ട. പക്ഷേ എനിക്ക് കോളിൻ്റെ കൂടെ കോപ്പർ കിട്ടിയില്ല. നേരത്തെ കിട്ടി, പക്ഷെ ഇപ്പം കിട്ടിയില്ല. കൈവച്ച് പൊട്ടിക്കുക. അയ്യോ, കൈവച്ചല്ലേ പൊട്ടിക്കുക, അത് പൊട്ടിപ്പോയത്. എല്ലാം കറക്റ്റ് സമയത്തിന് പൊട്ടിപ്പോകും. ഇവിടെ അങ്ങോട്ട് ഇങ്ങോട്ടും എല്ലാം ഇതാക്കി വെക്കണം, റൂമാക്കണം. ഒരു വലിയ ബേസ്, അണ്ടർഗ്രൗണ്ട് ബേസ് ഉണ്ടാക്കി വെക്കണം. സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കി. ഇനി ഇത് സ്നീക്ക് ചെയ്ത് സിൽക്ക് ടച്ച് മാത്രമേ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു.
എന്തൊരു സിൽക്ക് ടച്ച് മാത്രമേ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇത് പൊട്ടിക്കുമ്പോൾ എന്തായാലും എനിക്ക് കിട്ടി. പറയാൻ പോയ കാര്യം എനിക്ക് കിട്ടി. കോപ്പറെന്ന് പറയാൻ പോയതാണ് കരുനാക്ക്. പക്ഷെ കോപ്പർ ബ്ലോക്കായിട്ടേ കിട്ടുന്നുള്ളൂ. അതാണ് പ്രശ്നം. കോപ്പർ ബ്ലോക്കായിട്ടേ കിട്ടുന്നുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും. കോപ്പർ ബ്ലോക്കായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. കോള് ഞാൻ പറഞ്ഞ കോളിൻ്റെ തൊട്ടടുത്ത് തന്നെ കോപ്പർ നിൽക്കും, അല്ലെങ്കിൽ കോൾ കഴിഞ്ഞിട്ട് കോപ്പറും വരും. ഞാൻ പറഞ്ഞ പോലെ സംഭവിച്ചാൽ ഞാൻ അതിൽ വന്നില്ലെങ്കിൽ ഇതിൽ വന്നു. ഇതിൽ പക്ഷേ കോപ്പർ കഴിഞ്ഞിട്ടായിരുന്നു കോള്. അതെന്തെന്ന് അറിഞ്ഞൂടാ. നമുക്ക് കുറേ ഇവിടുത്തെ എല്ലാ കോളും പൊട്ടിക്കുക. പക്ഷേ ആ ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ലക്കായ ഫോർച്യൂൺ വെച്ച് പൊട്ടിച്ച എല്ലാ ഗ്രാവലും ഈ ഫ്ലിൻ്റ് ആയി. 7 ഗ്രാവലും ഫ്ലിൻ്റ് തന്നെ ആയി. പിന്നെ കൈ വെച്ച് പൊട്ടിച്ചതാണ് ഗ്രാവൽ മാത്രം കിട്ടി. ഗ്രാവൽ പൊട്ടിച്ചാൽ ഗ്രാവൽ കിട്ടും, ചിലപ്പോൾ ഫ്ലിൻറ്റും കിട്ടും. ഇപ്പം ഞാൻ ഫോർച്യൂൺ വെച്ച് പൊട്ടിച്ചത് എനിക്ക് ഇത് കിട്ടി, ഫ്ലിൻറ്റ് കിട്ടി. കൈ വെച്ച് പൊട്ടിച്ചത് എനിക്ക് ഗ്രാവലും കിട്ടി. ഒരു ഫ്ലിൻറ്റ് കൈ വെച്ച് പൊട്ടിച്ചപ്പോൾ എന്തോ കിട്ടിയത്. ഞാൻ നെതറിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒബ്സിഡിയനൊക്കെ വേണം. ഒബ്സിഡിയന് ലാവയും വെള്ളവും വേണം. അതിന് അയം വേണം ബക്കറ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതൊക്കെ എപ്പോൾ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞൂടാ. അടുത്ത പാർട്ടിയിൽ ചിലപ്പോൾ കണ്ടുപിടിക്കും. കോപ്പർ ഉണ്ടാക്കാം. കണ്ട, ഞാൻ വച്ച ഗ്രാസ് നോക്ക്. സിൽക്ക് ടച്ച് കൊണ്ട് പൊട്ടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഗ്രാസ്. നമുക്ക് ഗ്രാസ് കണ്ട. രാവിലെ ഇല്ല ഇതുവരെ. എത്ര നേരം രാത്രി? എന്തിനാണ് ചെയ്യാമെന്ന ഡോറുണ്ടാക്കല്ലേ? എന്തിനാണ് ചെയ്യാമെന്ന് ഞാൻ ഇപ്പം ഒരു പിക്കാക്സ് അല്ല ആക്സ് ഉണ്ടാക്കാനാണോ ഒന്ന്. എനിക്ക് എല്ലാം മറന്നുപോയി. ഇനി ഇതിൽ എൻചാറ്റ്മെൻറ്റ് ചെയ്ത് നോക്കിയാലോ, ഏത് കിട്ടുമോ നോക്കുക. ആക്സിൽ ഷാർപ്പ്നെസ് കിട്ടി, പക്ഷെ സിൽക്ക് ടച്ച് കിട്ടിയില്ല. സിൽക്ക് ടച്ചൊന്നും ആവശ്യമില്ല. അപ്പം ഷാർപ്പ്നെസ് മതിയാ. തൊട്ടപ്പോൾ പൊട്ടി വന്ന്. ബാക്കിയുള്ള രാവിലെ പൊട്ടിച്ച് നോക്കാം. ഒരു സ്റ്റാക്കിന് മേലെ ആവോളയോ ഇത് പൊട്ടിച്ച് ഫോർച്യൂൺ 2 ഉണ്ട്. ഫോർച്യൂണേഴ്സ് ലക്ക് തന്നെ, അതെനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഇവിടുത്തെ സാൻഡല്ല ഇവിടുത്തെ ഈ ഇത് പൊട്ടിക്കുക, ഈ ഡാട്ട്. പിന്നെ ഇത് പാർട്ട് ബൈ പാർട്ടാണ്. ഇത് ഫസ്റ്റ് പാർട്ട്. ഇവിടുത്തെ ഇത്തിരി പൊട്ടിച്ച് ഇവിടെ റൂമാക്കാൻ പകുതി ഇങ്ങനെ വച്ചിട്ട് പോവാം. എന്നിട്ട് അടുത്ത പാർട്ടിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാം. അപ്പം വേറെ ഒന്നും പറയാനില്ല. പറയാനുണ്ടായിരിക്കും, എനിക്കറിഞ്ഞൂടാ. എന്ത് ചെയ്യാൻ. ഇവിടെയൊക്കെ റൂമാക്ക്. എന്നിട്ട് ബെഡ് ഉണ്ടാക്കണം. ഞാൻ ഇതുവരെ ബെഡ് ഉണ്ടാക്കിയില്ല. 4 നൈറ്റായ എന്തായാലും മറ്റേ സാധനം വേണമല്ലോ, ഫാൻഡ കൊക്കക്കോള. ഞാൻ എന്തിനാണ് അതിൻ്റെ അകത്തിട്ട് ഒരു ഡേട്ട് വെച്ചിട്ട് ഡേട്ടും പൊട്ടിക്കുക. കൈ വെച്ച് പൊട്ടിക്കണമെന്നല്ല, വീണ്ടും ആ സിൽക്ക് ടച്ച് വെച്ച് പൊട്ടിച്ചാൽ വീണ്ടും അതേപോലെ തന്നെ കിട്ടും. ഞാൻ എന്തിട്ട് ചെയ്യാൻ? ഇതൊരു രാവിലെ ആവണില്ല. ആയി രാവിലെ ഇനി പോവാ. കണ്ടോ, ഒരു ടച്ചിനാണ് പൊട്ടിയ. എനിക്ക് ഈ മരം പൊട്ടിച്ച് നോക്കാം. ഒരു മരം പൊട്ടിച്ച് നോക്കാം. ഒരു ടച്ച്, കറക്റ്റ് ഒരു ടച്ചാണ് നോക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഗോൾഡന് ചീറ്റ് ഇട്ടായിരുന്നു എൻ്റെ തലയിലുള്ള ഗോൾഡ് കിട്ടിയാണ്. ഇപ്പം ലെഗിൻസ് ഇല്ല, ഒന്നും ഇല്ലല്ലോ. നമുക്ക് അടുത്ത പാർട്ടിൽ ചിലപ്പോൾ ആർമറാവാനും നോക്കാം. പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ വീഡിയോ ലോങ് ആണ്.
ടാ അത് ക്രീപ്പർ ഈ 2 അടിക്ക് ചാവും. പറഞ്ഞ 2 അടിക്ക് ചാവും. പക്ഷേ അതിന് മറ്റേ സാധനം കിട്ടിയില്ല, ഗൺ പൗഡർ. സിൽക്ക് ടച്ച് ആയതുകൊണ്ട് പെട്ടെന്നെല്ലാം പൊട്ടി വരുന്നുണ്ട്. നമ്മൾ ഒരു സ്റ്റാക്കിന് മേലെ ആവും ഇത്. ഞാൻ ഇപ്പം പൊട്ടിക്കണമല്ല, നേരത്തെ പൊട്ടിച്ചത് ഇപ്പോൾ പൊട്ടിക്കണത്. ഇപ്പോൾ പൊട്ടിക്കണ എത്രയാണെന്ന് കൂടെ. അതോ പംകിൻ എങ്ങനെയാണ് മറ്റേ ഇത് രീതിയാക്കണ, മറ്റേ പംകിൻ ഒരു വെട്ട് പോലെ പകുതിയാക്കി എടുക്കും. അതെങ്ങനെ ആക്കണത് അതും കൂടെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന ഈ പംകിൻ എങ്ങനെ ചെയ്യണമെന്നും കൂടെ കമൻറ്റ് ചെയ്യുക. 2ാമത്തെ 3ാമത്തെ പ്രാവശ്യം എല്ലാം തെറ്റിപ്പോണ് ഗൈസ്. അപ്പോൾ കുറേ ദിവസം വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ടാണ് ഈ തെറ്റിപ്പോണത്. അപ്പം നമുക്ക് ഈ വുഡ് വെച്ച് ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? സ്ഥലം എവിടെ? ഇത് നമുക്ക് പെട്ടെന്ന് ബ്ലോക്ക് വെക്കണം, ഒരു വാൾ വയ്ക്കണം കാശ്. സ്ഥലം കാണാനില്ല, സ്ഥലം തിരക്കിയിട്ട് സ്ഥലം കണ്ടില്ല. പെട്ടെന്ന് ഇങ്ങനെ വാൾ വെക്കണം കാശ്. ചുറ്റും വാൾ വച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. വാൾ എന്തായാലും വെക്കണം. അതുകൊണ്ട് ഞാൻ സ്ഥലം എവിടെ തിരക്കിക്കൊണ്ടാണ് ഇരുന്നത്. എന്നിട്ട് ചെയ്യാൻ എല്ലാം പെട്ടെന്ന് മറന്നു പോകണ ആളാണ്. മഴ പെയ്യണ ഇല്ലല്ലോ. ഇവിടെ ഡോറും മേൽക്കൂരയും വെച്ചാൽ മതിയല്ലോ. അതുകൊണ്ടാ ഇട്ടാച്ചീൻ്റെ ഇതാണ് സ്കിന്നാണ്. നേരത്തെ സ്റ്റീവായിരുന്നു, ഇപ്പം ഇട്ടാച്ചിയായി. ഇട്ടാച്ചി തന്നെ. സാസ്കിയാണോ ഇട്ടാച്ചിയാണെന്നൊന്നും അറിഞ്ഞൂടാ. ഇപ്പോൾ പോവാം. താഴെ ഗ്രാസ്സായി. അവിടുത്തെ കൈ വെച്ച് പൊട്ടിച്ചോ. അങ്ങനെ തന്നെ കിട്ടണത്. എനിക്കൊന്നും അറിഞ്ഞൂടാ. അപ്പം ഇങ്ങനെ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ഇത് പൊട്ടിക്കുമ്പോൾ മറ്റേ ഇതല്ലേ ആയിരുന്നു, ഒരു പീസായിട്ടല്ലേ വരുമായിരുന്നു. 4 പീസ് പൊട്ടിക്കുമ്പോൾ. ഇത് മോൻചാക്ക് അപ്ഡേറ്റ് ആക്കിയ ബെഡ്റോക്കിൽ കളർ ഇതല്ലേ ആടിന് കളർ കൊടുക്കണത്. എന്തൊരു ചെയ്യാൻ എന്തൊക്കെ ഉണ്ടെന്നറിയാം. നമ്മൾ ഇത് കുറേ ലോങ് എപ്പിസോഡാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ വേറെ ഒന്നും പറയില്ല. ഇപ്പോൾ രാത്രിയാവും അതിനിടയ്ക്ക്. ഇപ്പോൾ ഒരു രാത്രി കഴിഞ്ഞ് കേട്ടോ, നമ്മൾ ലക്ഷ്യം കഴിഞ്ഞ്. ഇപ്പോൾ 7 കോപ്പർ കിട്ടി. ഫുഡ് അത്യാവശ്യമാണ്. ഫുഡ് നല്ല അത്യാവശ്യമുള്ള കാര്യമാണ്. എന്തിനു പറയാം, ഫുഡെല്ലാം അത്യാവശ്യമുള്ള കാര്യമായി മാറി. ഇപ്പം ഇത് ഇനി എന്തിനു ചെയ്യണം, എല്ലാം മറന്നുപോയി. എന്തിനു നിന്ന് കത്തണ്? ഒന്നുമില്ല, പക്ഷെ കത്തിക്കൊണ്ടിരിക്കുന്നു. 2 സൈഡിലും ഒന്നുമില്ല, പക്ഷെ കത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് വീണ്ടും മരം വെട്ടണോ? കുറച്ച് ഷാർപ്പ്നെസ് എല്ലാം ഉണ്ടല്ലോ. ഒരു ഷീപ്പിനെ കൊന്നിട്ട് വന്നാലോ. ഒരു മരം പൊട്ടിക്കാം. എത്രയെങ്കിലും മരം വെട്ടിക്കാം, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഫസ്റ്റ് കളി തുടങ്ങിയപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല, അത് മറന്നുപോയി. പക്ഷേ ഇപ്പം നല്ല കോൺഫിഡൻറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ മരമെല്ലാം പൊട്ടി ലീഫായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇത് പെട്ടെന്ന് പൊട്ടിച്ച് ആക്കുന്നതാണ് നല്ലത്. ലീഫല്ലോ, സാമ്പിളിങ്സ് അല്ലേ. സാമ്പിളിങ്സ് വെച്ച് ഇവിടെ ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ വീഡിയോ എൻ്റെ ആക്കുന്നതായിരിക്കും. അതിപ്പോഴാണ് അണയണത്. അതിപ്പോഴാണ് ഒന്നും അതിൻ്റെ അകത്തില്ലെങ്കിലും അത് കത്തിക്കൊണ്ടിരുന്നു. എന്തൊക്കെ നടന്നെന്ന് നോക്ക്. ഈ ഡോറല്ല മറ്റേ വുഡൻ ഡോറ്. ഒരു കോപ്പർ വെച്ച് ഡോർ ഉണ്ടായിരുന്ന
എനിക്കറിഞ്ഞൂടാ. മറ്റേ കോപ്പർ ഗോള് 9 അയൺ വേണം. അയൺ അല്ലല്ലോ. 9 കറോട് പങ്കി എങ്ങനെ ഉണ്ടാക്കണ ഒന്നും എനിക്കറിഞ്ഞൂടാ. കറോട് പങ്കിൽ നിന്ന് അടിച്ചാൽ കിട്ടുമല്ലേ. കറോട് പങ്കി ഉണ്ടാക്കണം. പിന്നെ ഒരു കോപ്പർ ബ്ലോക്ക് ഉണ്ടാക്കണം. അതിന് ഇനി എത്ര 2 കോപ്പറും കൂടെ വേണം. 9 ആവാൻ. അപ്പോൾ ഇത് ഫുള്ള് കോപ്പർ ബ്ലോക്ക് വച്ചിട്ട് അതിൻ്റെ മണ്ടിൽ കറുവിട് പംകിൻ വെച്ചാൽ നമുക്ക് ഇത് കിട്ടും, ഗോളം. അത് ഈ ബെഡ് റോക്ക് അഡീഷനിലുണ്ടാന്ന് അറിഞ്ഞൂടാ. എന്തിരിച്ചേ ഇപ്പം ചെസ്റ്റിൻ്റെ അകത്ത് വുഡ്, പിന്നെ ഈ പഴയ ആക്സ് വെക്കണം, ഡേട്ട് വെക്കണം. ഈ ഒരു സ്റ്റാക്ക് ഡേട്ടൊക്കെ ഇരിക്കുന്നു. ഇത് അപ്പം എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു സ്റ്റാക്ക് ഡേട്ട് ഇരിക്കുന്നു. ആ ചീത്ത സ്റ്റോണ് തൊട്ടാ പൊട്ടുന്ന സ്റ്റോൺ എടുത്ത് അവിടെ വയ്ക്കണം. ഈ സ്റ്റാക്ക് ഇതും വെക്കണം. എനിക്ക് ഇത് ഇങ്ങനെ എന്തിനാക്കണം എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇതെടുത്ത് അതിൽ ചെസ്റ്റ് വെക്കണമാണ് നല്ലത്. പിന്നെ എന്തൊരു ചെയ്യാനുണ്ട്? ഡോറും വെക്കണം, മേൽക്കുരയും വെക്കണം അല്ലേ. ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് അത് തന്നെ ആ വില്ലേജറുണ്ട്. ഈ വില്ലേജർ ഇത് എന്തിനൊക്കെ തരും? എല്ലാം ഇത് കൊടുത്താലാ? എല്ലാം എംറാൾഡിന് കൊടുത്തായിരുന്നു. വൃത്തിയായിട്ടവേ. ഇപ്പോൾ വുഡ് കുറച്ച് പൊട്ടിക്കും നമ്മളിന്ന്. തേനീച്ച എന്നെ കണ്ടപ്പോൾ എല്ലാം അകത്ത് കയറി പോയി. അത്രയ്ക്ക് പേടിയാണിപ്പം തേനീച്ചൊക്കെ കല്ലലിന്. എന്നെ കണ്ടപ്പോൾ തേനീച്ച കൂടി കയറി. കൊല്ലുമെന്നറിയാം നമ്മൾ മാസ്. തേനീച്ച കൊല്ലുമെന്നറിയാവുന്നതുകൊണ്ട് കൂടി കയറിപ്പോയി. അപ്പം ഇപ്പോൾ നമ്മളെ ബേസ് നല്ല കറക്റ്റായിട്ട് കാണാൻ പറ്റും. ബേസ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് നമ്മളിപ്പോൾ പെട്ടെന്ന് ഓടിയെത്ത്. നേരത്തെയാണ് ഈ തിരക്കിക്കൊണ്ടിരുന്നു. ഇപ്പം അപ്പം എന്ത് ചെയ്യാനായിരുന്നു? ഇതൊക്കെ ചെയ്യാമെന്ന്. വുഡ് വേണം അല്ലേ. വുഡ് എടുത്ത് ഞാൻ അതിൻ്റെ അകത്ത് വെക്കണം. പെട്ടെന്നല്ല ചെയ്യാം. പെട്ടെന്നല്ല ചെയ്ത് വെക്കണം. ബട്ടണല്ലേ ഇപ്പോൾ ഡോറാണ് ഉണ്ടാക്കേണ്ടത്. ആ വര വെക്കണം. ഇപ്പോൾ ഡോറ് മൈൻക്രാഫ്റ്റിലായിട്ട് പ്രോ ആണെന്ന് തോന്നുന്നു. നേരത്തെ തന്നെ നൂബ് എനിക്ക് കളിക്കാരനോടെന്നൊക്കെ പറഞ്ഞാണ്. പ്രോ ആണെന്ന് തോന്നണമെങ്കിൽ കമൻ്റ് ചെയ്യുക. സുധീൻ്റെ വീഡിയോ ഞാൻ അത് ഇപ്പോഴും കാണും. കുറേ ദിവസം കാണും സുധീൻ്റെ വീഡിയോ. അപ്പോൾ സുധി കാണുന്നവരും കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഡോറ് വെച്ച് ഭയങ്കര ഞാൻ ഇങ്ങനെ ഡോറിൻ്റെ അകത്തൂടെ പുറത്തുനിന്ന് അകത്തും പോയി, അകത്തുനിന്ന് പുറത്തും പോയി. അതിപ്പോൾ പറ്റണില്ല. ഡോർ ഇവിടെ അകത്ത് വെക്കിയതാ, പുറത്ത് വെക്കിയാലേ. ആക്സ് കൊണ്ട് പൊട്ടിച്ചാലോ ഡോർ ആക്സ് കൊണ്ട്. അതും പൊട്ടി. ആക്സ് കൊണ്ട് പൊട്ടിച്ചപ്പോൾ അതും പൊട്ടി. ഡോറും പൊട്ടി, അതും പൊട്ടി. ഒരു നൊക്കാണ് തോന്നുന്നു. അല്ല, ഞാൻ നൊക്കി പിടിച്ചെന്ന് തോന്നുന്നു. അപ്പം ഇത് ഓവർ പവർഡ് ഐറ്റം എൻ്റെ കയ്യിലുള്ള റിച്ച് പ്ലാങ്ക്. ഇതിവിടെ വെക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടാ. അപ്പം നമുക്ക് ഇവിടെ മേൽക്കൂര വയ്ക്കാം. എന്തിര് ഷാർപ്പ്നെസ്, എഫിഷ്യൻസി, വേറെ എന്തിനായിരുന്നു ഇതാണ് എനിക്കറിഞ്ഞൂടാ. ഇനി അവിടെയും കൂടെ വെക്കണം. ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇപ്പോൾ വെക്കാം. അടുത്ത പാർട്ടിൽ ഇത്തിരി കൂടെ വലുതാക്കി ഈ വീട് ഇങ്ങനെ വലുതാക്കാം. അടുത്ത പാർട്ട് ചിലപ്പോൾ റോബ്ലോക്സ് ഇടും, അല്ലെങ്കിൽ ഫ്രീ ഫയർ ഇടും. അടുത്ത പാർട്ടല്ല, അടുത്ത വീഡിയോ ചിലപ്പോൾ. എന്നിട്ട് അടുത്ത ഇതിൻ്റെ പാർട്ട് ഇടും. അപ്പം ബൈ.